കോട്ടൺ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടതിന് ശേഷം കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുർത്തീസ് ചുരിദാറാണ് മാത്രമാണോ ചെയ്യണതെന്ന്. ഓക്കെ, നമ്മൾ അങ്ങനെ അത് മാത്രമല്ല കേട്ടോ ചെയ്യണത്. കോട്ടൻ്റെ ഏറെക്കുറെ എല്ലാ ഫിറ്റ്സും നമുക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നുള്ള വീഡിയോസ് പറയുന്നത് നമ്മളൊരു ആറ് ഔട്ട്ഫിറ്റ്സ് ആണ് കാണിക്കുന്നത്. ഈ ഫ്രോക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഫ്രോക്ക്, അതേപോലെ സ്ലിപ്പ് ഡ്രസ്സസ്, അങ്ങനെ ആലിയക്കട്ട്, അനാർക്കലീസ്, അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഒരു അജ്രക്കിന്റെ നോർമൽ ഒരു ഫ്രോക്ക് ടൈപ്പിലുള്ള ടോപ്പാണ്. ഒരു അംബ്രല്ല കട്ടിങ്ങിൽ നോർമൽ ടോപ്പാണ് വരുന്നത്. ബട്ട് കുറച്ചുകൂടെ മോഡേൺ ടൈപ്പിൽ ഒരു ലൂസ് ഫിറ്റ്, സാന്ദ്ര പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ ലൂസ് ഫിറ്റ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഡ്രസ്സാണ് വരുന്നത്. ഇത് നമുക്ക് ലെങ്ത് ഒരു 37 ഒക്കെയാണ് വരുന്നത്. 37 to 40 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ലെങ്ത് വരുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവ്ലെസ്സിലാണ്. നെക്ക് വരുന്നത് ഒരു ബോട്ട് നെക്കാണ്. നമുക്കതിലൊരു മിനി ബി ടൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് അജ്രക് പ്രിന്റാണ് വരുന്നത്, വിത്ത് ലൈനിങ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷന് നമ്മൾ ചെറുതായിട്ട് ഒരു മിനിമലായിട്ട് നമ്മളൊരു എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ചെറുതായിട്ടേ ഉള്ളൂ, നമുക്ക് ഓവർ ആയിട്ടുണ്ടായിരിക്കില്ല, എന്നാൽ ഇല്ല എന്നും തോന്നില്ല. ഒരു മിനിമലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ലാസ്റ്റ് ആകുമ്പോൾ, അതായത് ബോട്ടം ടൈപ്പിൽ ഒരു ഫ്ലെയർ ടൈപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു മീൻസ് ടോട്ടൽ നമുക്കൊരു മിനിമലാണ് കേട്ടോ അത്. പക്ഷെ നമുക്ക് പ്രിൻസ് കാണുമ്പോൾ കണ്ടോ നല്ല പ്രിൻസ് വരുന്നത് അജ്രക്കിന്റെ പ്രിൻസ് ആണ്. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവണ മദേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യും. കാരണം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ അജ്രക്കിന്റെ പ്രിൻസ് കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇല്യൂഷൻ വൈബ് കിട്ടും. അതായത് നമുക്കിപ്പോൾ നന്നായിട്ട് ഫിറ്റായി തോന്നിക്കും. കുറച്ചും കൂടെ അതായത് ലൂസായിട്ട് കിടക്കുക, പക്ഷെ നമുക്ക് ഫിറ്റായി തോന്നിക്കും. ഒരു ഇല്യൂഷണറി ഫീൽ. പ്യുവർ കോട്ടണിലല്ലേ വരുന്നത്, പ്യുവർ കോട്ടണിലാണ് വരുന്നത്. അതുകൊണ്ടാണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. അലർജി അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നമുക്ക് ചില ടൈമിൽ ചില ഡ്രസ്സൊക്കെ നമുക്ക് അലർജീസ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് പ്യുവർ കോട്ടണിലാണ് വരുന്നത്, അതുകൊണ്ട് അലർജി അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ഇപ്പം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഓവർ സൈസ് ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ് വരുന്നത്. സെയിം ഇപ്പൊ കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അജ്രക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയത്. അടുത്തതായിട്ട് നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും പ്രിന്റില് ചെയ്യുന്നത്. നമ്മൾ ഏത് കാണിച്ചാലും പ്രിന്റിലാണല്ലോ വരുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളിത് പ്ലെയിനിലാണ് ചെയ്തിട്ടുള്ളത്. പ്യുവർ പ്ലെയിനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു ഡിസൈനും വരുന്നില്ല, ഒന്നും വരുന്നില്ല, ഫുൾ നമുക്ക് പ്ലെയിനിലാണ്. എന്ന് പറയുമ്പോൾ ഇത് ഒരു ഗ്ലോസി ടൈപ്പിലുള്ള ഒരു പ്ലെയിനാണ് വരുന്നത്. സെയിം കോട്ടൺ തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് വേറെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ സെയിം കോട്ടൺ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഒരു ഗ്ലോസി ടൈപ്പാണ്. ഇത് നമ്മൾ സ്ലീവ്ലെസ്സിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് സ്ലീവിലും ചെയ്യാറുണ്ട്. ബട്ട് പ്ലെയിൻ ആയതുകൊണ്ട് നമുക്കൊരു സ്ലീവ്ലെസ്സിലായിരിക്കും കുറച്ചുകൂടെ കാണാൻ ബെറ്റർ. അതുകൊണ്ടാണ് നമ്മൾ സ്ലീവ്ലെസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഡയമണ്ട് ടൈപ്പിലാണ്. അതായത് ഡയമണ്ട് നെക്കാണ് നമുക്ക് വരുന്നത്. ഒരു വൈഡായിട്ട് നല്ല ഡയമണ്ട് ടൈപ്പിലായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴും ജസ്റ്റ് ഒരു ഫ്ലയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ടോട്ടലി നമുക്കൊരു എലഗന്റ് ലുക്ക് വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് മാച്ചായി നിൽക്കുന്ന ഒരു ടൈപ്പ് സ്ലിപ്പ് ഡ്രസ്സാണിത്. അത് കുറച്ച് ലൂസ് ഫിറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വൈറ്റ് കളറിൽ എലഗന്റ് ആയിട്ടുള്ള ഒരു സ്ലിപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു റിട്രോ മോഡൽ ചെയ്തിട്ടുള്ളതാണ്. തന്നെ സെയിം സ്ലിപ്പ് ഡ്രസ്സ് തന്നെയാണ്, ബട്ട് നമുക്കിതിൽ സ്ലീവ് വരുന്നുണ്ട്. അതാണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്കൊരു പഫ് ടൈപ്പിലുള്ള സ്ലീവാണ് വരുന്നത്. നമുക്ക് നെക്കും സെയിം തന്നെയാണ് വരുന്നത്, എല്ലാം സെയിം തന്നെയാണ്. കുറച്ച് ലൂസായിട്ടാണ് കിടക്കുന്നത്, അതായത് ലൂസ് ഫിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ബട്ട് നമുക്കിത് ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റീരിയലാണ്. മെറ്റീരിയൽ നമ്മൾ ഒരു അടിപൊളി കുറച്ച് എന്താ പറയുക തിക്കൊക്കെ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. കോട്ടൺ തന്നെയാണ്. നമുക്കിതിൻ്റെ ഫ്ലവേഴ്സ് ആണെങ്കിലും ഒരു ചെറിയ ടൈപ്പിലുള്ളത്, സ്മാൾ ടൈപ്പിലുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. വൈറ്റിൽ മൊത്തത്തിൽ ഒരു മിനിമലായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു ചെറിയ ഫ്ലവേഴ്സ് കേട്ടോ. നന്നായിട്ട് ക്യൂട്ടായിട്ടുണ്ട്. അത് നമുക്ക് എൻക്വയറീസും ഉണ്ട് അത്യാവശ്യം. ഓക്കെ, സ്ലീവ് നമുക്ക് ജസ്റ്റ് നമ്മൾ പഫ് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ ലാസ്റ്റ് വരുന്നത് എലാസ്റ്റിക് ആയിരിക്കും.
ഓക്കെ. കറക്റ്റ് ഫിറ്റിങ്ങിൽ കിടക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് നമുക്ക് ചെറിയൊരു പഫ് ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല വൈഡ് ആയിട്ടുള്ള നെക്കായിരിക്കും വരുന്നത്. നമുക്ക് അടുത്ത ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ, അതായത് ഡാർക്ക് ഗ്രീന്, റോയൽ ഗ്രീൻ എന്നൊക്കെ പറയുന്നത്. ഇത് പറഞ്ഞോളൂ. ഓക്കെ, അടുത്തതായിട്ട് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ സെയിം ഒരു ഷോർട്ട് കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസും പിന്നെ അതിൻ്റെ പല ടൈപ്പിലുള്ള ഡ്രസ്സും ചോദിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ തന്നെ സെയിം ഒരു സ്ലിപ്പ് ഡ്രസ്സ് കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതുകൂടെ കാണിക്കാം. ഓക്കെ ഓക്കെ, നമുക്കിതിൽ നെക്ക് വരുന്നത് ഒരു മൂൺ ടൈപ്പുള്ള നെക്കാണ് കേട്ടോ. ഓക്കെ, ഒരു മൂൺ ടൈപ്പിൽ, അതായത് കുറച്ച് വൈഡ് ആയിട്ടാണ് നമ്മൾ ഇതിൽ നെക്ക് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് താഴേക്ക് കൂടുതലായിട്ട് വരുന്ന ജസ്റ്റ് നമ്മുടെ നെക്കിന് ഇതായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. നമ്മൾ സ്ലീവ്ലെസ്സിലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നല്ല ലൂസ് ഫിറ്റാണ് വരുന്നത്. ഇത് നമുക്ക് പറഞ്ഞാൽ ബാക്കി എല്ലാ സ്ലിപ്പ് ഡ്രസ്സും നമുക്ക് ജസ്റ്റ് ഒരു കട്ടിങ് വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു കട്ടിങ് ഉണ്ടായിരിക്കും. എന്നാൽ കുറച്ച് വൈഡ് ആയിട്ടായിരിക്കും. ഇതാവുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിരിക്കും വരുന്നത്. അതായത് കറക്റ്റ് നമ്മുടെ ബോഡിയിൽ ലൂസായി കിടക്കുന്ന രീതിയിലുള്ളൊരു സ്ട്രൈറ്റ് കട്ടാണ്. നമുക്കിതിന് കട്ടിങ് വരുന്നില്ല. താഴെ നമ്മൾ സെയിം പോലെ തന്നെ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഫ്ലെയേഴ്സും ചെയ്തിട്ടുണ്ട്. ഈ സെയിം സാധനങ്ങൾ നമ്മൾ ബേബീസിനും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേബി ഗേൾസിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മാം ഡോക്ടർ കോംബോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സെയിം ഡ്രസ്സാണ്. ഇപ്പോൾ നമ്മൾ ലേഡീസിന് ചെയ്ത സെയിം ഡ്രസ്സാണ് നമ്മൾ ബേബീസിനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് കോട്ടൺ ആണല്ലോ, ബേബീസിന് അലർജി ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുക കോട്ടൺ ആണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ലേഡീസിന് മാത്രമല്ല ബേബീസിന് കൂടെ കോട്ടൺ ഫിറ്റാണ് നമ്മൾ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് കേട്ടോ. ഓക്കെ, ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ കോട്ടണിലാണ്. നമ്മൾ ബാക്കിയെല്ലാം നമ്മളൊരു പ്യുവർ കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് റയോൺ കോട്ടണിലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ അടിപൊളി മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ക്വാളിറ്റി പറയുന്നത് മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സച്ച് എ ഗുഡ് വൺ. പറയുന്നത് ഇത് നമ്മളിപ്പോ ഇന്നലെയാണ് നമ്മളിത് പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കുറെ ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതാണ്. പക്ഷെ നമ്മൾ ഇന്നലെയാണ് നമ്മളെ പേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് പേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർഡേഴ്സും വന്നിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആലിയ കട്ട് മിഡ് ലെങ്ത്തിലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. അതായത് നമുക്കൊരു മിഡ് ലെങ്ത്തിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലാണെങ്കിൽ നമുക്ക് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ബോട്ടം യൂസ് ചെയ്യാം, ഷാൾ യൂസ് ചെയ്ത് ദുപ്പട്ട നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഫ്രോക്ക് ടൈപ്പിലാണ്. അതായത് ഒരു മിഡ് ലെങ്ത് വരെയുള്ള ഫ്രോക്ക് ടൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ നെക്ക് ഒരു വൈഡ് ആയിട്ടുള്ള വീയാണ്. നമ്മൾ നോർമലി വീലല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്, ഒരു വൈഡ് ആയിട്ടുള്ള വീലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് സ്ലീവ് വരുന്നത് സെയിം നമ്മൾ നേരത്തെ കാണിച്ച പോലുള്ള പഫ് ടൈപ്പിലുള്ളൊരു സ്ലീവാണ് വരുന്നത്. നമുക്കിതിന് ലാസ്റ്റ് വരുന്നതും സെയിം എലാസ്റ്റിക് ആയിരിക്കും. ഈ എലാസ്റ്റിക് എന്തിനായിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെ വരുമ്പോഴേക്കും നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എലാസ്റ്റിക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, എലാസ്റ്റിക് ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് നോർമൽ സ്ലീവ് പോലെ തന്നെ തോന്നിക്കും. നമ്മളൊരു എലാസ്റ്റിക് ആഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബലൂൺ ടൈപ്പിലുള്ള സ്ലീവായിട്ട് നമുക്ക് നല്ല ഭംഗിയായിരിക്കും. നമുക്ക് കട്ടിങ് വരുന്നത് ജസ്റ്റ് നെക്കിന് നേരെ താഴെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ഫ്രീ സൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ചിലവർ സൈസ് ചോദിക്കാറുണ്ട്. ആ സൈസ് ചോദിക്കുന്ന സമയത്തൊക്കെ നോർമലി ചിലപ്പോൾ അവർക്ക് സൈസ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ മീഡിയം ആയിരിക്കാം, ലാർജ് ആയിരിക്കാം. പക്ഷെ ചില സമയത്ത് നമുക്ക് ബ്രസ്റ്റ് സൈസ് കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ നമുക്ക് ഈ ഡ്രസ്സ് ആകുമ്പോൾ ഇത് വരുന്നത് ഫ്രീ സൈസിലാണ്. അതുകൊണ്ട് ഇപ്പോൾ മീഡിയം വാങ്ങിച്ചാലും നമുക്ക് കുഴപ്പമില്ല, ലാർജ് വാങ്ങിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മളൊരു ലൂസ് ടൈപ്പിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് സ്റ്റിച്ച് ചെയ്ത് ഓർഡർ എടുക്കുന്നത് അങ്ങനെയാണ്, ലൂസ് ടൈപ്പിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, പ്രഗ്നൻറ്റ് വുമൺസിനാണെങ്കിലും ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ വുമൺസിനാണെങ്കിലും ഇവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രസ്സാണ് ഇത് വരുന്നത്. ഓക്കെ, നമ്മുടെ എല്ലാ സ്ലിപ്പ് ഡ്രസ്സിനും നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ലെങ്ത് വരുന്നത് 37 ആയിരിക്കും. 37 വരാറുണ്ട്, ചിലപ്പോൾ 40 ആയിരിക്കും, 44 ആയിരിക്കും. അത് ചില ഡ്രസ്സിനനുസരിച്ചായിരിക്കും. നമുക്ക് ഇതാണെങ്കിൽ വരുന്നത് ഒരു 37 ആണ് വരുന്നത്. ദെൻ നമുക്ക് ഗ്രീൻ കാണിച്ചില്ലായിരുന്നു, ആ ഗ്രീൻ ആണെങ്കിൽ നമുക്കൊരു 40 അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. 40, 44 ഇതുവരെ ഇത്രയും ലെങ്ത് ആയിരിക്കും നമുക്ക് സ്ലിപ്പ് ഡ്രസ്സിൽ വരുന്നത്. നല്ല ലോങ് ആയിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നല്ല ലോങ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദുപ്പട്ടയും ബോട്ടോ എല്ലാം യൂസ് ചെയ്ത് നമുക്ക് നോർമലായിട്ട് നമുക്ക് അനാർക്കലി ടൈപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
നമ്മൾ ഫ്രോക്കിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ മുമ്പാണെങ്കിൽ ഇതില് വേറെ രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതേപോലെ നമുക്ക് വെയർ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താ കാണിക്കുന്നത് വെച്ചാൽ ഒരു പെപ്ലം ടോപ്പാണ്. ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പെപ്ലം ടോപ്പാണ്. ഇതിൽ നമ്മളൊരു ബ്ലൂ കളറിൽ ഒരു ഹോട്ട് പിങ്ക് ഫ്ലവർ വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. അതായത് ഫുള്ളായിട്ടൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എല്ലാം ചെയ്ത പോലെ തന്നെ സ്ലീവ് സെയിമാണ് ചെയ്തിട്ടുള്ളത്. ഒരു പഫ് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് നമുക്ക് എലാസ്റ്റിക് വരുന്നുണ്ട്. നമ്മൾ പറയുന്ന പോലെ ഒരു ആലിയ കട്ട്, അതായത് പെപ്ലം ടോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഷോർട്ട് ആയിരിക്കും. നമുക്കിവിടെ ഒരു ആലിയ കട്ടിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു 25 to 27 വരെ ആയിരിക്കും നമുക്ക് ലെങ്ത് വരുന്നത്. നോർമലി നമ്മൾ 27ലാണ് ചെയ്യുന്നത്. ദെൻ കസ്റ്റമൈസ് ചെയ്യുന്ന ടൈമിൽ മാത്രം നമ്മൾ ചില ടൈമിൽ മാത്രം നമ്മൾ 25ൽ ചെയ്യാറുള്ളൂ കേട്ടോ. നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്ലീവിൻ്റെ നമുക്ക് ഫുൾ ഹാൻഡ് ആണെങ്കിൽ, അതായത് ഫുൾ സ്ലീവ് ആണെങ്കിൽ നമുക്കൊരു 20-22 ലെങ്ത് ആയിരിക്കും വരുന്നത്. നമുക്കൊരു ഹാഫ് സ്ലീവ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 12 ആ റേഞ്ചിലായിരിക്കും. നമുക്കൊരു 3/4 ഹാൻഡ് ആണെങ്കിൽ ഒരു 40 to 50, 60 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക്. ഓക്കെ, നമ്മൾ ഇതിലെല്ലാം വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാ ഡ്രസ്സും നമ്മൾ വിത്ത് ലൈനിങ്ങിൽ തന്നെയാണ് ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ലൈനിങ്ങിൽ ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഒരു 6 ഔട്ട്ഫിറ്റാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടമായിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളിതിൻ്റെ കൂടെ നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് വാട്സപ്പ് നമ്പറിൽ. അതിൽ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുക. എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കോട്ടൻ്റെ അപ്ഡേഷനായിട്ട് നമ്മൾ വീണ്ടും വരും. നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. ഒരുപാട് ഡ്രസ്സുകൾ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ എത്തിക്കാനുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വരും. താങ്ക് യു. താങ്ക് യു. ബൈ. ബൈ.